നമസ്കാരം. ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ് സംസാരിക്കുന്നത്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മന്ത്രിമാർ സ്വകാര്യ മീറ്റിങ്ങുകളിലും അവരുടെ ചാനലുകളിലും ഉൾപ്പെടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയിലെ ഡാമുകളിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ മൃതദേഹം ഒഴുക്കുമെന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി, ഇറാൻ സ്പോൺസർ ചെയ്തേക്കുന്ന ചൈനയുടെ ആഡംബര യുദ്ധക്കപ്പൽ കൊച്ചി, കോഴിക്കോട് ഉൾക്കടലിൽ നങ്കൂരം വിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ആ കപ്പൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് 2500 ലോഡുമായി എത്തിയതിനു ശേഷം 300ഓളം ലോഡ് ഇറക്കിയതിനു ശേഷം ബാക്കി അതിൽ ലോഡൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആഡംബര യുദ്ധക്കപ്പലാണ്. അപ്പൊ അതിൽ നിന്ന് കൃത്രിമ ക്ലൗഡ് സീഡിംഗ് പ്രളയം ഉണ്ടായാൽ ഇന്ത്യയിലെ, കേരളത്തിലെ ഉൾപ്പെടെയുള്ള പല ഡാമുകളെയും അത് ബാധിക്കുന്നതാണ്. അപ്പം ഇത് 2000-ൽ പരം റെഡ് അലേർട്ടിൽ നിന്ന് നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞു. ഒരു വർഷത്തിനിടയ്ക്ക് 150ഓളം ക്ലൗഡ് സീഡിംഗ് പ്രളയത്തിൽ നിന്ന് ഉൾപ്പെടെ നമ്മൾ രക്ഷിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്.